പഴയ പുന്നനിക്കങ്കാല അല്ലെങ്കിൽ പുള്ളിക്കാനത്തിൻ്റെ വടക്കുള്ള ഇടുക്കുപാറയ്ക്കപ്പുറമുള്ള പണ്ട് തലനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമായിരുന്ന പുന്നനിക്കങ്കാല എന്ന് പറഞ്ഞ പുതുവലിൻ്റെ ഭാഗത്തു കൂടിയുള്ള റോഡിൽ കൂടി പുള്ളിക്കാനത്തേക്ക് 2 കിലോമീറ്ററോളം സഞ്ചരിക്കുന്നു. പുള്ളിക്കാനം ഇടുക്കുപാറയിൽ ചെന്ന് റോഡ് കയറും. അവിടം വരെയാണ് പഴയ കാലത്ത് പുള്ളിക്കാനം വണ്ടി ഉണ്ടായിരുന്നത്. വെളുപ്പിന് കോട്ടയത്തിൽ നിന്ന് പത്രവും കൊണ്ടുവരുന്ന വണ്ടി, 3:30 തിരിക്കുന്ന വണ്ടി ഈ കോട്ടയം, ഏറ്റുമാനൂർ, പാല, ഈരാറ്റുപേട്ട, തീക്കോയി, വെള്ളികുളം, വാഗമണ്ണ് വഴി പുള്ളിക്കാനത്തേക്ക് എത്തുന്ന ആദ്യ വണ്ടിയായിരുന്നു. പത്രവും മറ്റും സാധനങ്ങളും കൊണ്ടുവരുന്ന ഈ വണ്ടി ഇടക്കാലം കൊണ്ട് നിന്ന് പോയി വീണ്ടും അത് തുടങ്ങി. അങ്ങനെ വണ്ടി വന്നു നിൽക്കുന്ന സ്ഥലമായിരുന്നു ഇടുക്കുപാറ എന്ന സ്ഥലം. അതായത് ലാസ്റ്റ് പോയിൻ്റ്. അതിന് തൊട്ടടുത്ത് താഴെയായി ഒരു പിള്ളാച്ചൻ്റെ ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. അവിടെ ഒന്ന് ചായയും കുടിച്ച് എടാട്ടമല സ്കൂളിലേക്ക് നടന്നു പോകുന്നൊരു പതിവുണ്ടായിരുന്നു. വീണ്ടും ആ സ്ഥലത്തോട് ബൈക്കിൽ ഒരു യാത്രയാണ്. പഴയ വഴികൾ നന്നായിട്ടുണ്ട്. ഇന്നിപ്പോൾ അത് റോഡായിട്ടുണ്ട്. ബൈക്കും കാറും ജീപ്പും അത്യാവശ്യം ബസ്സുകളൊക്കെ സഞ്ചരിക്കുന്ന വഴി. ഇതതിൻ്റെ ഒരു ബൈ റോഡാണ്. ശരിക്കുമുള്ള ഹൈവേ താഴെ കൂടെ വേറെ പോകുന്നുണ്ട്. ഈ റോഡിൽ കൂടിയാണ് നമുക്ക് പുള്ളിക്കാനത്തേക്ക് വരാൻ കഴിയുക. ടൂറിസ്റ്റുകളായിട്ട് തിരിക്കുന്ന ആളുകളിവിടെ പല സ്ഥലത്തുമുണ്ട്, കൂടിനിപ്പുണ്ട്. ധാരാളം വാഹനങ്ങൾ വരുന്നും പോകുന്നുമുണ്ട്. ആരും ഇവിടെ നിന്ന് കാഴ്ചകൾ കാണുന്നില്ല. എല്ലാവരും താഴേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ പോവുകയാണ് പതിവ്. കൂടുതലായിട്ട് ഇവിടെ തങ്ങാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വേണം കരുതാൻ. ഇത് സ്ഥലം കണ്ടുപോവുക മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. പണ്ട് ഇവിടെ മുഴുവൻ പുൽമേടുകളായിരുന്നു. കന്നുകാലികളെ മേച്ചിരുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ ധാരാളം മൃഗങ്ങളുണ്ടായിരുന്നു. ഇവിടെ കാട്ടുപന്നിയും കാട്ടുമുയലുകളും അതുപോലെ 8-ാം നമ്പർ വനത്തിൽ നിന്ന് വരുന്ന കേഴയും പ്ലാവും ഒക്കെ ഈ പ്രദേശത്തോടെ ഏകദേശം സഞ്ചരിച്ചിരുന്നതാണ്. തേയിലത്തോട്ടങ്ങളായി മാറിയതോടെ ഇവിടുത്തെ പള്ളിപ്പടർപ്പുകളും മറ്റുമൊക്കെ വെട്ടിമാറ്റിയതോടെ കൂടുതൽ ആളുകൾ ഇവിടെ താമസിക്കാനും കൃഷിയും ഒക്കെ തുടങ്ങിയതോടെ ഈ സ്ഥലത്തൊക്കെ വന്യമൃഗങ്ങൾ പരാതിയായി. ഇപ്പോൾ അല്പമെങ്കിലും വരുന്നത് കാട്ടുപന്നികൾ മാത്രമാണ്. കേഴ വളരെ കുറഞ്ഞിരിക്കുന്നു. പണ്ട് കുരങ്ങുകളും ധാരാളം ഉണ്ടായിരുന്നു. കാക്ക അല്ലെങ്കിൽ മച്ചക്കുരങ്ങെന്ന് പറയുന്നത് ധാരാളം ഇതിനെ ഉണ്ടായിരുന്നു. കാട്ടുപന്നികളും മുള്ളൻ പന്നികളും വെരുവും ഒക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു. വേട്ടയ്ക്ക് ആളുകൾ ഇവിടെ വന്നിരുന്നു. വൈകുന്നേരങ്ങളിൽ വഴിക്കൊഴുക്ക് ചെക്കോസ്റ്റം കഴിഞ്ഞ് വന്നിരുന്ന വേട്ടക്കാർ ഇവിടെ രാത്രി കാലങ്ങളിൽ വേട്ടയാടി ചെറിയ മൃഗങ്ങളെ പിടിച്ചുകൊണ്ട് വന്ന് പതിവുണ്ടായിരുന്നു. ചെക്ക് പോസ്റ്റ് വന്നതോടുകൂടി വേട്ട കുറയുകയും ചെയ്തു. ഇതിനിപ്പോൾ നമ്മൾ എത്തുന്നത് പുള്ളിക്കാനം പഴയ കാട്ടിലേക്കാണ്. ഏറ്റവും ഇങ്ങേയറ്റത്തുള്ള ലയമാണ്. ഈ ലയങ്ങളൊക്കെ തന്നെ ഒരു കാലത്ത് തലനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമായിരുന്നു. പുന്നനിക്കങ്കാല എന്ന് പറയുന്നത് അയ്യമ്പത്ത് ലയം, അതുപോലെ ശകലാപുരി. ശകലാപുരി ഒരു വീട്ടുപേരാണ്. അവരൊക്കെ താമസിച്ചിരുന്നത് ഈ ഭാഗത്താണ്. ഇന്നത് അറക്കുളം പഞ്ചായത്തിൻ്റെയോ ഏലപ്പാറ പഞ്ചായത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്നുവെന്ന് വേണം പറയാൻ. തലനാട് ഗ്രാമത്തിൻ്റെ ഭാഗമായിരുന്നില്ല. പണ്ടത് തലനാട് പഞ്ചായത്തിന് 8-ാം വാർഡായിരുന്നു. റോഡുകൾ വന്നു, സൗകര്യങ്ങളൊക്കെയായി ആളുകളിവിടെ താമസിക്കാനൊക്കെ തുടങ്ങി. അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള വരുമാനവും മറ്റുമൊക്കെ മറ്റ് ഗ്രാമപഞ്ചായത്തുകളിലേക്കാകുകയും ചെയ്തു. പണ്ട് സൂപ്രണ്ടിങ് ബംഗ്ലാവിൽ നിന്നുള്ള സ്ഥലം വരെയും തലനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ പ്രൊഫഷണൽ ടാക്സും മറ്റൊക്കെ തലനാട്ടായിരുന്നു അടച്ചിരുന്നത്. കുറേ കാലങ്ങൾ അത് നിർത്തി. അതിനുശേഷം അതൊരു വിഭജനം വീണ്ടും വരികയും അത് തലനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗം അല്ലാതായി തീരുകയും ചെയ്തു. ഇത് നമ്മൾ പൊതുവിലും കടന്ന് നമ്മൾ ഈ പുള്ളിക്കാനം എസ്റ്റേറ്റിൻ്റെ യഥാർത്ഥ എസ്റ്റേറ്റിൻ്റെ കവാടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഏറ്റവും പഴയ തേയിലത്തോട്ടമാണ് പുള്ളിക്കാനം എസ്റ്റേറ്റ്. പണ്ട് സാഹിബന്മാരുടെ കാലത്ത് ഡങ്കൻ സാഹിബൊക്കെ വാഗമണ്ണിൽ എസ്റ്റേറ്റൊക്കെ തുടങ്ങുന്ന കാലത്ത് തന്നെ പുള്ളിക്കാനത്ത് എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ഇടക്കാലം കൊണ്ട് എസ്റ്റേറ്റ് ലേ ഔട്ടാകുകയും അവിടെ കൃഷിയിൽ അവിടെ വിളവെടുപ്പില്ലാതെയാകും. കർഷക തൊഴിലാളികൾക്ക് സമരങ്ങളൊക്കെ വന്ന് ഫാക്ടറിയൊക്കെ അടച്ചുപൂട്ടേണ്ടിയൊക്കെ വന്ന കാലഘട്ടത്തിൽ പുള്ളിക്കാനത്ത് ഉൽപ്പാദനം നടന്നിരുന്നു. ഇത് പഴയ ലയങ്ങളാണ്. ഇന്ന് പുതുക്കി പണിതിട്ടില്ല. ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ പണിയുക? കർഷകർ ഇവിടുത്തെ തൊഴിലാളികൾക്ക് മാറിപ്പോയിരിക്കുന്നു. പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്നിരുന്ന കുറച്ച് തമിഴ് സംസാരിക്കുന്ന ആളുകളായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അവിടേക്കൊക്കെ വന്നിരിക്കുന്നത് അന്യനാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന നമ്മൾ പറയുന്ന പോലെ ബംഗാളികളും മറ്റുമൊക്കെയാണ് ഇവിടെ പണി ചെയ്യുന്നത്. പഴയ ആളുകളൊക്കെ മാറിപ്പോയി. കെട്ടിടങ്ങളൊക്കെ പഴയ ആശുപത്രിയാണ് കടന്നുപോയത്. അതുപോലെ തന്നെ ക്വാർട്ടേഴ്സും മറ്റു കാര്യങ്ങളും ശരം കണക്കെ പോകുന്ന ബൈക്കുകളുണ്ട്. ഇത് ടൂറിസ്റ്റുകളായിട്ട് എത്തിയിരിക്കുന്നവരാണ്. ഈ
റോഡിൻ്റെ മുഖ്യഭാഗവും അവരാണ് കൈയടക്കി വച്ചിരിക്കുന്നത്. ലയങ്ങളാണ്. തോട്ടങ്ങൾ കാര്യമായിട്ട് ലാഭകരമായി പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെ അവയിൽ കൂടുതൽ സംരക്ഷണം ഇല്ല. പണ്ടിവിടെ ആശുപത്രി ഉണ്ടായിരുന്നു. ഈ ആശുപത്രിയിൽ ഡോക്ടറും നേഴ്സും ഒക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ എസ്റ്റേറ്റ് വിറ്റുപോയതോടുകൂടി അവയില്ലെന്നായി. ഇന്നിപ്പം വാഗമണിൽ മാത്രമാണ് ഡിസ്പെൻസറിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ ഈ കവലയിലൊരു വലിയ ആൽമരം ഉണ്ടായിരുന്നു. അതിൻ്റെ ചുവട്ടിൽ നിന്ന് ആളുകളെയാണ് 3 പേരെ ഇടി മിന്നലേറ്റ് ആളുകൾ മരിക്കാനിടയായി. കുറേ കാലങ്ങൾക്ക് മുമ്പായിരുന്നു. അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ MLA നമ്മുടെ നിയമസഭയിലുണ്ടായിരുന്ന കാലത്താണ് അത് സംഭവിച്ചത്. അദ്ദേഹമൊക്കെ ഒരു കാലത്ത് ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളാണ് ഈ ഏരിയ മുഴുവനും. ഇവിടെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും മറ്റു ആളുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇതാണെങ്കിലും വേണ്ടില്ല, ചരിത്രത്തിൽ ഇടം തേടിയ ഒരു പ്രദേശമാണ് ഈ എസ്റ്റേറ്റും ഇവിടുത്തെ ജനങ്ങളും. ഉൽപ്പാദനം കാര്യമായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇവ സംരക്ഷിക്കപ്പെടുന്നില്ലെന്ന് വേണം കരുതാൻ. ഇന്നിപ്പോൾ ഈ റോഡ് വന്നതോടുകൂടി ധാരാളം വാഹനങ്ങൾ അതിലെ പോകുന്നുണ്ട്. വാഗമണിലേക്കും അതുപോലെ തിരിച്ച് തൊടുപുഴയ്ക്കൊക്കെയുള്ള ട്രാൻസ്പോർട്ട് ബസ്സുകളും ഈ റോഡിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എസ്റ്റേറ്റിന് നടുവിൽ കൂടിയാണ് ഈ റോഡ് പോകുന്നത്. ഇനി നമ്മൾ ചെന്ന് കയറുന്നത് ഇടുക്കുപാറ എന്ന സ്ഥലത്താണ്. ഇവിടെയാണ് നമ്മുടെ പിള്ളേച്ചൻ്റെ ചായക്കടയും മറ്റൊക്കെ ഉണ്ടായിരുന്നത്. അകലെ കാണുന്നതാണ് ഇടുക്കുപാറ. അവിടെ ഒരു ചെറിയ കുരിശുപള്ളിയുണ്ട്. അതുപോലെ മറ്റു ചില കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർട്ടി ഓഫീസുണ്ട്. അതുപോലെ അല്ലെങ്കിൽ ഒരു പാറ പൊട്ടിച്ച് മാറ്റി ആ ഒരു ചെറിയൊരിടം, ബസ് കടന്നു പോകാനുള്ളൊരിടം, അതിനെയാണ് ഇടുക്കുപാറ എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ പാർട്ടി ഓഫീസുകളൊക്കെ നിൽക്കുന്ന സ്ഥലത്താണ് പണ്ട് പിള്ളേച്ചൻ്റെ ചായക്കട. അപ്പവും ചായയും, വലിയ ഗ്ലാസ്സിലൊരു ചായയും 2-3 അപ്പവും കഴിച്ച് ഇടാട്ടിലേക്ക് നടന്നു പോകുന്നത്. ഈ കാറിന് കിടക്കുന്നതിന് എതിർവശമാണ് കട. ഇനി നമ്മൾ കാണുന്നത് ഇടുക്കുപാറയാണ്. ഇടുക്കുപാറയിൽ കൂടിയാണ് നമ്മൾ പുള്ളിക്കാനത്തേക്ക് കടന്നു പോകുക. പുള്ളിക്കാനത്തിൻ്റെ ലാസ്റ്റ് പോയിൻ്റ് ബസ്സുകൾ വന്നിരിക്കുന്നതിനും ഇടുക്കുപാറയിൽ കൂടെ വണ്ടി കടന്നു പോകുന്നു. കുരിശുപള്ളിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർട്ടി പ്രവർത്തനങ്ങൾക്ക്